ആ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടോ മനസ്സിനുള്ളിൽ മാരിക്കാവടി ചിന്തും ചിന്തുണ്ടോ. എന്താണ് മഞ്ഞക്കിളി ആയിട്ടാണല്ലോ ഒന്ന്. ഫുൾ സൂപ്പർ ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ. നല്ല നന്നായിട്ടുണ്ട്, ഭംഗിയുള്ള നല്ല കളർ. മഞ്ഞ കളർ അല്ലേ. ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നന്നായിരിക്കും. നല്ല ഒരു ബ്രൈറ്റ്നെസ് ഉണ്ട്. അത് ഒരു ബ്ലാക്ക് കോമ്പിനേഷനും കൂടി വന്നപ്പോൾ നല്ലൊരു എടുത്ത് നിൽക്കുന്ന ഒരു പാറ്റേൺ. ഡെൽറ്റന്റെ സൂപ്പർ ആയിട്ടുള്ള കോഡ് സെറ്റ്. ലാസ്റ്റ് ചാർട്ടാണ്, ഇനിയില്ല. ഇത് ഫൈനലാണ്. ഇനി നമുക്ക് മെറ്റീരിയലും വന്നിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ വേണം. അപ്പോൾ വേണ്ടവരെടുത്തോളൂ. 2 പ്രിന്റിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്നത്തെ കോഡ് സെറ്റിന്റെ കളക്ഷൻ ഡെൽറ്റയുടേതാണ്. എല്ലാവർക്കും ഡെയിലി ഓൺലൈൻ ഫാഷന് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഡെൽറ്റയുടെ കോഡ് സെറ്റിൻ്റെ കളക്ഷനാണ്. സൂപ്പർ ആയിട്ടുള്ള 2 പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. 4 കളേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളറാണ് ഫസ്റ്റ് വന്നിട്ടുള്ള പ്രിന്റിൽ വരുന്ന ഞാൻ വെയർ ചെയ്തിട്ടുള്ളത്. നല്ല ബ്ലാക്കിൽ യെല്ലോ ഷെയ്ഡ് കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല രസമുള്ള ഒരു പ്രിൻ്റാണ് കേട്ടോ. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റാണ്. എപ്പോഴത്തേക്കും പോലെ 390 ആണ് റേറ്റ് വരുന്നത്. XXL ലേബിളാണ്. XL XXL ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ്. എന്നും വീഡിയോയ്ക്ക് താഴെ കുറേ കമൻറ്റ് വരുന്നുണ്ട്, L വരുന്നില്ലേ, XXL ആരില്ലേ, 4XL ആരും പരിഗണിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞതുപോലെ അതിപ്പോൾ മന്ത്ലി വൺസൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുള്ളൂ. നമുക്ക് കൂടുതലായിട്ട് ഓർഡർ ഉള്ളത് ഈ ഒരു സൈസിനാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പാറ്റേണിലായിട്ട് ചെയ്യുന്നത്. പ്ലസ് സൈസിന് നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ അല്ലേ മാസങ്ങളിലൊക്കെ ആയിട്ടൊക്കെ ഇത് ചെയ്യുള്ളൂ. അതെ, ഈ മെറ്റീരിയലിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത് അതൊന്നും എടുത്ത് പറയണം. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ അതിനനുസരിച്ചിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക. പിന്നെ പറയാനുള്ളത് ഡെൽറ്റ എന്നുള്ള ഫാബ്രിക് അറിയണ കുറേ പേരുണ്ട്, അറിയാത്ത കുറേ പേരുണ്ട്. നമ്മൾ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ എല്ലാ കാര്യങ്ങൾ ഈച്ച് ആൻഡ് എവരി വൺ നമ്മളെല്ലാം പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. കുറച്ച് വീഡിയോ ലെങ്ത് കൂടിയാൽ കൂടി, കാരണം ഇത് ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ച് അറിയാണ്ട് ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. ഞാൻ പേഴ്സണലി ഞാൻ പറയുകയാണ്, അറിഞ്ഞ് മനസ്സിലാക്കിയ ശേഷം പർച്ചേസ് ചെയ്താൽ മതി. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് എടുത്ത ശേഷം കോട്ടൺ അല്ല, ഇതെന്താണ് എന്താ പറയുക ലൈറ്റ് വെയിറ്റ് ആണല്ലോ, കനം ഇല്ലല്ലോ മെറ്റീരിയൽ, അങ്ങനെയെന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഡെൽറ്റ എന്നുള്ള ഫാബ്രിക് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു എന്താ പറയുക ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. സോ ആ ഒരു മെറ്റീരിയലിന് അതിൻ്റെ ഒരു ഗുണമെല്ലാം ഉണ്ടാവുള്ളൂ. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തവർ സ്ഥിരമായി എടുക്കുന്ന കസ്റ്റമേഴ്സ് തന്നെയാണ്. റിപ്പീറ്റ് ആയിട്ട് ഓരോ പ്രിന്റുകളും വരുമ്പോൾ മനസ്സിലാക്കിയിട്ട് എടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റ് എടുത്തവർ ഇടുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ ദയവേത് ശ്രമിക്കുക. കാരണം നമ്മുടെ അടുത്ത് അത്യാവശ്യം റിട്ടേൺ പോളിസി അവൈലബിൾ അല്ല. പിന്നെ അത്യാവശ്യം നമ്മൾ ക്വാണ്ടിറ്റി ചിലപ്പോൾ കുറഞ്ഞിട്ടായിരിക്കും ഒക്കെ വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് എടുക്കുകയും പിന്നെ ഒരുപാട് ഹോൾസെയിലായിട്ട് എടുക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുന്നവർ ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ ബൾക്കായി എടുക്കുന്നതിന് മുമ്പ് ഒരു 1-2 പീസ് നിങ്ങളൊന്ന് എടുത്ത് നോക്കിയ ശേഷം നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ആ ഒരു കാര്യം നമ്മൾ പറയുന്നുണ്ട്. റിട്ടേൺ പോളിസി നമ്മൾക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാത്ത ഒരു ഇതിനും ഇല്ലാത്തത് കൊണ്ട് റിട്ടേൺ പോളിസി അവൈലബിൾ അല്ല. ഇവിടെ നിന്നെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റുകൾ നമ്മൾ സെൻഡ് ചെയ്യുന്നത്. സോ അത് മനസ്സിലാക്കിയിട്ട് ഒന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇതാണ് എടുത്ത് പറയേണ്ട കാര്യം. പിന്നെ ഈ ഒരു 390 ഈ റേറ്റിന് നിങ്ങൾക്ക് പോയാൽ ഇപ്പോൾ ഒരു മാക്സി എടുക്കണമെങ്കിൽ പോലും ഒരു 300 ഇന്ന് നല്ലൊരു മാക്സി എടുക്കണമെങ്കിൽ എന്തായാലും ഒരു 300 രൂപ അതിൽ കൂടുതൽ കൊടുക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് നല്ലൊരു കോഡ് സെറ്റ് ആയിട്ട് തന്നെ വിത്ത് അലൈൻ പോക്കറ്റൊക്കെ ആയിട്ട് നമ്മൾ ചെയ്ത് തരുന്നത്. നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ചിങ് പെർഫെക്ഷനോട് കൂടി. അപ്പോൾ അതും മനസ്സിലാക്കുക. നിങ്ങൾക്ക് പോയ ഒരു 5-6 പ്രാവശ്യം നിങ്ങൾക്ക് 3 മണിക്കൂർ കഴിഞ്ഞാൽ വീഡിയോയിൽ തന്നെ സ്റ്റോക്ക് ഔട്ട് കൊടുക്കുന്നുണ്ട്. അതെ, നിങ്ങൾക്ക് പോയിന്ന് വെച്ചാൽ ഒരു 4-5 പ്രാവശ്യം നിങ്ങൾക്ക് പുറത്തിട്ടാലും പിന്നെ ഡെയിലി വെയർ ആയിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് കേട്ടോ എടുത്ത് ഞാൻ പറയുന്നൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലായിട്ടാണ് വരുന്നത്. ഹൈ നെക്ക് വരുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് ഫ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. 3/4 സ്ലീവ് അലൈൻ വിത്ത് പോക്കറ്റോട് കൂടിയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സ്ട്രൈറ്റ് ബോട്ടം ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ട് ഇതുപോലെ സ്ട്രാപ്പ് ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിലായിട്ട് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് കൊടുക്കുന്നത്. കുറച്ച് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇനി നിർത്താനായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മൾക്ക് ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. ഒരു പ്രൊഡക്റ്റ് തന്നെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു പ്രൊഡക്റ്റിന് അത്രയും എൻക്വയറി ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് എൻക്വയറി ഉള്ള പ്രൊഡക്റ്റ് അല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾക്ക് സെയിലും നടക്കണം, നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് അത് കൊടുക്കുകയും ചെയ്യണം. രണ്ടും നോക്കണമല്ലോ. അപ്പോൾ ബ്ലാക്ക് ആൻഡ് ഒരു എന്താ പറയുക പീകോക്ക് ബ്ലൂ ഷെയ്ഡും കൂടി കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ്. ഫ്രോക്ക് നൈറ്റി കാത്തിരിക്കുന്നവർക്ക് ഫ്രോക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അടുത്ത വീഡിയോ ഫ്രോക്ക് നൈറ്റിയുടേതായിരിക്കും കേട്ടോ. കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്കിലാണ്, ക്വാണ്ടിറ്റിയിലാണ് വന്നിട്ടുള്ളത്.
ഇൻഷാല്ല പെരുന്നാൾ പ്രമാണിച്ച് ഒരുപാട് ക്വാണ്ടിറ്റി വരുന്നതായിരിക്കും. അപ്പം സെക്കൻഡ് വൺ ഈ ഒരു കളർ കോമ്പിനേഷൻ, ഒരു കോൺട്രാസ്റ്റ് ഷോളൊക്കെ വെയർ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂവിൽ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലായിട്ടാണ്. ഇത് ബ്ലാക്ക് അല്ല അല്ലേ, നേവി ബ്ലൂ ആണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ല അട്രാക്റ്റീവ് കളർ. അതെ, ബാക്കി 3 കളറും ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കളർ മാത്രം ഒരു നേവി ബ്ലൂവിൽ കൊടുത്തിട്ടുള്ള ഒരു കളറാണ്. നെക്സ്റ്റ് ബ്ലാക്ക് ആൻഡ് ഒരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ. നല്ല രസമുള്ള കളർ അല്ലേ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് ഹൈലൈറ്റ് വന്നിട്ടുള്ളത്. അങ്ങനെ 4 കളേഴ്സാണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിൻറ്റ്. നെക്സ്റ്റ് വന്നിട്ട് നല്ല പേസ്റ്റൽ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. കുറേ പേര് ചോദിക്കുന്നുണ്ട് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെ കൊണ്ടുവരാതിരിക്കുക. വൈറ്റ് കോമ്പിനേഷനേ ഇല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ. വൈറ്റ് കോമ്പിനേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വേറെ കൊണ്ടുവരുന്നത്, വേറെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വൈറ്റ് കോമ്പിനേഷനിൽ കൊണ്ടുവരുന്നത്. നമ്മൾ കൂടുതൽ ലൈറ്റ് ചാർട്ടിനോടാണ് നമുക്ക് താല്പര്യം, നമ്മുടെ പർച്ചേസ് സ്റ്റൈലും അങ്ങനെയാണ്, അതുകൊണ്ടാണ് അതിലങ്ങനെ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടില്ല അല്ല, ഈ ഒരു വൈറ്റ് കോമ്പിനേഷൻ അല്ലാതെ വേറെ കോമ്പിനേഷൻ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ എപ്പോഴും വൈറ്റ് അല്ല, ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് ഡെൽറ്റയിൽ കുറേ അധികം പ്രിൻറ്റുകൾ ഇപ്പോൾ ഈ ഒരു 2-3 വീഡിയോ ആയിട്ട് വന്നതിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റുകളായിട്ടാണ് കൊണ്ടുവന്നത്. അതൊക്കെ വേഗത്തിൽ തന്നെ സ്റ്റോക്ക് ഔട്ടും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു പ്രിൻറ്റിലാണ് നല്ല ഭംഗിയുള്ളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഫ്രണ്ടിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡും കാര്യങ്ങളും കൊടുത്തിട്ട് പാക്ക് എലാസ്റ്റിക് ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയിട്ട് വരികയാണെങ്കിലോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ തീർച്ചയായും നമ്മൾ റിട്ടേൺ പോളിസി നൽകുന്നുണ്ട്. കാരണം നമ്മുടെ ഭാഗത്തുനിന്നുള്ള അല്ലേ ഇത്രയധികം പ്രൊഡക്റ്റ് വരുമ്പോൾ ചെറുതായിട്ട് ചിലപ്പോൾ നമ്മൾ ഡിഫറൻസോ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അത് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾ പ്രൊഡക്റ്റ് എടുത്ത ശേഷം ഇത് ഞാൻ ഉദ്ദേശിച്ച മെറ്റീരിയൽ അല്ല, അല്ലെങ്കിൽ എന്താ പറയുക ഈ കളറല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും റിട്ടേൺ പോളിസി അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഒലിവ് ഗ്രീൻ ആൻഡ് ഒരു വൈറ്റ് കോമ്പിനേഷൻ. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേഗം കാണിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നോമ്പ് തുറന്ന പാട് വന്ന് വീഡിയോ എടുക്കണം അല്ലേ. ലാസ്റ്റ് വൺ. വീഡിയോ ലെങ്ത് കുറച്ച് കൂടി, കുഴപ്പമില്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പറയേണ്ടത് പിന്നെ പറയാതിരിക്കാനും പറ്റൂല. വയലറ്റ് ആൻഡ് എനിക്ക് ഫുൾ കൺഫ്യൂഷനായി. ഒരു എന്താ പറയുക വയലറ്റ് അല്ലേ, ഇല്ല ലാവൻഡർ, ഒരു ഡാർക്ക് ലാവൻഡർ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടും വേഗം തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക. നമ്മളിപ്പോൾ രാവിലെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ 2-3 അവേഴ്സിനുള്ളിൽ തന്നെ മിക്കവാറും എല്ലാ പ്രൊഡക്റ്റും സോൾഡ് ഔട്ട് ആകുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഇടാൻ തുടങ്ങിയപ്പോൾ കുറേ പേർക്ക് സൗകര്യം, ഇപ്പോൾ എല്ലാവരും ഫ്രീ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വ്യൂസ് വേഗത്തിൽ തന്നെ കയറുന്നുണ്ട്. എന്താ പറയുക, വേഗത്തിൽ തന്നെ സ്റ്റോക്ക് ഔട്ടും ആകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പെരുന്നാൾ കഴിയുന്നവരെ രാവിലെ തന്നെ ആയിരിക്കും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ടൈം ഷെഡ്യൂൾ എല്ലാവരും ശ്രദ്ധിക്കുക. വിലയേറെ കമൻറ്റ്സ് വീഡിയോയിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട്, അതും ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട്, ഗീവ് അവേ വരുന്നുണ്ട് ഇത് പ്രമാണിച്ച്. അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നത്. ടേക്ക് കെയർ, ബൈ.